10ാം ഭാഗത്തിൽ നമ്മൾ കണ്ടു, അതായത് ഗീതയുടെ കൂടെ ആദ്യരാത്രി ആഘോഷിക്കാൻ വേണ്ടി ഏജന്റ് റൂമെല്ലാം അലങ്കരിച്ച് ഗീതയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഗീത അതിനു തയ്യാറായിരുന്നില്ല. കാട്ടിലകപ്പെട്ടുപോയ അപർണ വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ഒരാൾ അതിലെ പോകുന്നത് കണ്ട് അവർ അയാളെ വിളിക്കുമെങ്കിലും അയാൾക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം അയാൾ ബധിരനായിരുന്നു. ഈ സമയം നന്ദിനി ഹോസ്പിറ്റലിൽ വേദന കാരണം കരയുകയാണ്. ഡെലിവറിയിൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്നും അതിനായി ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ഒപ്പ് വേണമെന്നും ഡോക്ടർ പറയുന്നു. അതുകൊണ്ട് നഴ്സ് നന്ദിനിയുടെ ഭർത്താവിനെയും മറ്റു ബന്ധുക്കളെയും ഫോണിൽ വിളിക്കുന്നു. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് എന്തുണ്ടായി എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഭാഗത്തിൽ കാണാം. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ള നന്ദിനി വേദന കാരണം ഇങ്ങനെ പറയുന്നു: ഡോക്ടർ, നഴ്സ്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ദയവായി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കൂ. നോക്കൂ, ഡെലിവറി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു ഒപ്പിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഒപ്പ് മതിയാവും. അങ്ങനെ ഒരു ഒപ്പ് കിട്ടിയ ഉടനെ ഞാൻ ഓപ്പറേഷൻ ചെയ്യാം. നന്ദിനി വേദന കാരണം കരഞ്ഞുകൊണ്ടിരുന്നു. നഴ്സ് നന്ദിനിയുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. ഡോക്ടർ സാറേ, ഞാൻ കാലു പിടിക്കാം. ഞാൻ രക്ഷപ്പെടില്ലെന്നറിയാം. പക്ഷെ ദയവായി എന്റെ കുട്ടിയെ രക്ഷിക്കൂ. ഇത് കേട്ട ഡോക്ടർ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും നിങ്ങൾ രണ്ടുപേരെയും രക്ഷിക്കും, പേടിക്കണ്ട. ഡോക്ടർ ഇങ്ങനെ പറയുന്നു. നന്ദിനി വേദന കാരണം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവൾ കണ്ണടയ്ക്കുന്നു. ഇത് കണ്ട് ഭയന്ന ഡോക്ടർ അവളുടെ കവളിൽ തട്ടി വിളിക്കുന്നു: നന്ദിനി, നന്ദിനി, കണ്ണു തുറക്ക് നന്ദിനി, നന്ദിനി. ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അവളെ കുത്തിവെച്ച ശേഷം ഓപ്പറേഷൻ ചെയ്യുന്നു. കുട്ടി നഴ്സിന്റെ കയ്യിലാണ്. നന്ദിനി കണ്ണുകൾ അടയ്ക്കുന്നു. ഇത് കണ്ട് ഭയന്ന ഡോക്ടർ അവൾക്കൊരു ഇഞ്ചക്ഷൻ കൂടി നൽകുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞിട്ടും നന്ദിനി കണ്ണു തുറക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ വളരെ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് പുതപ്പ് വലിച്ചിടുന്നു. നഴ്സിന്റെ കയ്യിലിരിക്കുന്ന കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദൈവമേ, ഈ കുട്ടിക്ക് ഇനി ആരാണുള്ളത്? ഇങ്ങനെ ഓർത്തുകൊണ്ട് നഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇതേ സമയം എല്ലാ സാരിയും വിറ്റുകഴിഞ്ഞ അഞ്ജയ നന്ദിനിക്ക് വേണ്ടി 5000 രൂപ മാറ്റിവെച്ച സന്തോഷത്തിൽ വീട്ടിലെത്തുമ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്നതായി കാണും. അയാൾ ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അഞ്ജയ വാതിൽ തുറന്ന് അകത്തു കയറുന്നു. ഇതെന്താ, ആരും ഇവിടെ ഇല്ലല്ലോ. മോള് നന്ദിനി ഗർഭിണിയുമാണല്ലോ. അവൾ ഈ അവസ്ഥയിൽ എവിടെ പോവാനാണ്? അഞ്ജയ തന്റെ ഭാണ്ഡം വീട്ടിനുള്ളിൽ ഇട്ടിട്ട് അയൽവാസിയുടെ അടുത്ത് പോയി അവരെക്കുറിച്ച് അന്വേഷിക്കുന്നു. പാർവതി പുറത്തേക്ക് വരുന്നു. എന്താ അഞ്ജയ അങ്കിൾ, എന്തിനാ വിളിച്ചത്? അത് വീട്ടിലാരെയും കാണുന്നില്ല. അവർ എവിടെ പോയി എന്ന് അറിയാമോ? അങ്കിൾ, ഞാൻ ഗ്രാമത്തിൽ പോയിട്ട് ഇന്ന് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് പാർവതി വീടിനകത്തേക്ക് പോകുന്നു. അഞ്ജയ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. ഇതെങ്ങനെയാ സംഭവിക്കുക? 3 പേരും ഒരുമിച്ച് എങ്ങോട്ടാണ് പോയത്? ഓ, ഇനി നന്ദിനി മോളുടെ ഡെലിവറിക്ക് വേണ്ടി പോയതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും പോയത്? വളർത്തുമകളായതുകൊണ്ട് ചെലവ് കുറയ്ക്കാൻ വേണ്ടി സർക്കാർ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഓർത്തുകൊണ്ട് അയാൾ വാതിലടച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ക്ഷീണിച്ച് സുബ്ബയ്യ സൈക്കിളിൽ അങ്ങോട്ടേക്ക് വരുന്നു. സുബ്ബയ്യ അഞ്ജയയുടെ മരുമകന്റെ വീട്ടിലാണ് ജോലി ചെയ്തിരുന്നത്. അഞ്ജയ ഇങ്ങനെ പറയുന്നു: ഓ സുബ്ബയ്യ, എന്തുണ്ട് വാർത്തകൾ? വല്ലാതെ വിയർത്തല്ലോ. എന്തു പറ്റി? നന്ദിനിക്ക് സുഖം തന്നെയല്ലേ? കൊച്ചമ്മയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ മുതലാളി എന്നും പറഞ്ഞിവൻ കരയുവാണല്ലോ. അവിടെ മരുമകൻ എന്തെങ്കിലും? എല്ലാവരും ഇനി അങ്ങോട്ട് പോയതാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവനും ഒന്നും പറയുന്നില്ല. എന്താ ചെയ്യുക? ഇങ്ങനെ പറഞ്ഞ് സുബ്ബയ്യ കരയുന്നു.
ഇത് കണ്ട അഞ്ജയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അയാൾ ഇങ്ങനെ ഓർക്കുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളെ അഞ്ജയ ആശ്വസിപ്പിക്കുന്നു. അങ്ങയുടെ മരുമകൻ മരിച്ചുപോയി മുതലാളി, മരിച്ചുപോയി. അങ്ങയെ ഫോൺ വിളിച്ചെങ്കിലും കിട്ടിയില്ല. അടുത്ത വീട്ടിലെ ആളുകളും ഫോൺ എടുത്തില്ല. കൊച്ചമ്മയെയും കൂട്ടി വീട്ടിലേക്ക് വരൂ മുതലാളി. ഇത് കേട്ട അഞ്ജയ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. സുബ്ബയ്യ തന്റെ സൈക്കിളിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അഞ്ജയയും കരയാൻ തുടങ്ങി. എന്റെ മോളെ നന്ദിനി, നിന്റെ ഭർത്താവ് മരിച്ചുപോയോ? നീ എവിടെയാ? ഇങ്ങനെ ഓർത്തുകൊണ്ട് വാതിലടച്ച അഞ്ജയ അവിടെയുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെയുള്ളവർ ആരും അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കുന്നില്ല. തന്റെ ഭാര്യയെയോ ഗീതയെയോ നന്ദിനിയെയോ അയാൾ അവിടെ കണ്ടില്ല. കാരണം അപർണയും ഗീതയും ഒന്നും അവിടെയല്ലല്ലോ ഉള്ളത്. തന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഒന്നും ഈ പാവം അഞ്ജയ്ക്ക് അറിയില്ലായിരുന്നു. സുദർശൻ എന്ന ആളെയും അഞ്ജയ്ക്ക് അറിയില്ല. ഒന്നും അറിയാതെ അഞ്ജയ തന്റെ മക്കളെയും ഭാര്യയെയും അന്വേഷിച്ച് ആ ആശുപത്രിയിലൂടെ മണിക്കൂറുകൾ അലയുന്നു. പക്ഷേ ആരെയും കണ്ടുകിട്ടുന്നില്ല. അപർണ, നീ എവിടെയാണ്? പെട്ടെന്ന് വാ, നമ്മുടെ മരുമകൻ മരിച്ചുപോയി. നന്ദിനിയെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകണം. നീ എവിടെയാണ്? പെട്ടെന്ന് വാ. ഇങ്ങനെ പറഞ്ഞു മടുത്ത അഞ്ജയ സർക്കാർ ആശുപത്രിയുടെ അടുത്ത് വിശ്രമിക്കുന്നു. ഇതേ സമയം ഗീതയ്ക്ക് ആ മുറിയിൽ തന്റെ കരച്ചിലല്ലാതെ മറ്റൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. കരഞ്ഞുകൊണ്ടിരുന്ന ഗീതയെ പറഞ്ഞു സമ്മതിപ്പിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഗീത അത് സമ്മതിക്കുന്നില്ല. അയാൾക്ക് അയാളുടെ ക്ഷമ നശിക്കുന്നു. അയാൾ ദേഷ്യത്തിൽ ഗീതയോട് ഇങ്ങനെ പറയുന്നു. ഗീത, നിന്നോട് ഞാൻ അവസാനമായി ചോദിക്കുക, നിനക്ക് സമ്മതമാണോ അല്ലയോ? ഞാൻ കാല് പിടിക്കാം, എന്നെ വെറുതെ വിടൂ. കല്യാണം കഴിച്ച് നന്നായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്താ ഈ പറയുന്നത്? നിന്നെ കല്യാണം കഴിച്ച് കൂടെ നിർത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നീയല്ലേ അതിനു സമ്മതിക്കാത്തത്? ഞാൻ പറയുന്നത് നീ മര്യാദയ്ക്ക് കേൾക്ക്. നിനക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് രാത്രി നമ്മൾ ഒരു മുറിയിലായിരിക്കും. ഇത് കേട്ടതും ഗീത ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. നീ സമ്മതിച്ചാൽ കാര്യങ്ങൾ എളുപ്പം നടക്കും. ഇല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ മൃഗത്തിനെ നീ കാണും. മര്യാദയ്ക്ക് പറയുന്നതനുസരിക്ക്. അങ്ങനെയാണെങ്കിൽ എല്ലാം നന്നായി നടക്കും. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു, നിനക്കെന്താ മനസ്സിലാകുന്നില്ലേ? നീ എന്നെ എന്തു ചെയ്യും? കൊല്ലുമോ? കൊല്ല്. അങ്ങനെ ഗീത വളരെ ദേഷ്യത്തിൽ അയാളോട് സംസാരിക്കുന്നു. ഇവൾ ഇത്ര ദേഷ്യപ്പെടുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. അവളുടെ ദേഷ്യം കണ്ട് അയാൾ പേടിച്ചുപോയി. ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ആ മുറിയിൽ നിന്ന് പുറത്തു വരുന്നു. അയാൾ പോയപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. അവൾ കരഞ്ഞു തളർന്ന് തറയിൽ കിടന്നുറങ്ങുന്നു. നന്ദിനിയുടെ ഭർത്താവിന്റെ വീട്ടിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് തടി കൂട്ടിയിട്ട് കത്തിക്കുന്നു. അവിടെ നന്ദിനിയുടെ ഭർത്താവ് മനോഹറിന്റെ ഡെഡ് ബോഡി കിടത്തിയിരുന്നു. അവന്റെ കഴുത്തിൽ പൂമാലകൾ ഇട്ടിരുന്നു. അവന്റെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് നിൽക്കുന്നു. മോനെ മനോഹർ, നീ എന്തിനാ ഈ കടുങ്കൈ ചെയ്തത്? ഈ പ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊരു ശിക്ഷ നീ തന്നല്ലോ. ഈശ്വര, ഇതെന്തൊരു അന്യായമാണ്. മനോഹറിന്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കയ്യിൽ പൂമാലയുമായി അഞ്ജയ അവിടെ വരുന്നു. അത് മരുമകന്റെ ബോഡിയിൽ വയ്ക്കുന്നു. കൈ കൂപ്പിക്കൊണ്ട് അയാൾ കരയുന്നു. അഞ്ജയയെ കണ്ട മനോഹറിന്റെ അമ്മ ഇങ്ങനെ പറയുന്നു. ഇപ്പോഴാണോ വരുന്നത്? നിന്റെ വിവരം കെട്ട മകളെവിടെ? അവളെ കല്യാണം കഴിച്ചതിൽ പിന്നെ എന്റെ മകൻ ഈ അവസ്ഥ വന്നത്. നീ ഒറ്റയ്ക്കാണോ വന്നത്? അവൾ വന്നില്ലേ? ഭർത്താവ് മരിച്ചിട്ടും അവളുടെ വാശി തീർന്നിട്ടില്ലേ? എന്റെ മകനെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവൾ ഒരിക്കലും സന്തോഷമായിരിക്കില്ല. അങ്ങനെ മനോഹറിന്റെ അമ്മ ദേഷ്യത്തിൽ അവളെ ശപിക്കുന്നു. അവരുടെ വാക്കുകൾ കേട്ട അഞ്ജയ ഒന്നും മനസ്സിലാകാതെ അവിടെ നിൽക്കുന്നു. അപ്പോൾ മനോഹറിന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നു. ഭാഗ്യത്തിന്റെ ഈ കളിയെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതിന് അവസാനവുമില്ല. അങ്ങനെയല്ല,
അതിന്റെ അവസാനം എന്തെന്ന് മനുഷ്യർക്ക് അറിയില്ല. അറിയുന്നത് ദൈവത്തിന് മാത്രം. നിരവധി ആഗ്രഹങ്ങളുമായാണ് ഒരാൾ ജനിക്കുന്നത്. ആ അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചെടുക്കപ്പെടുമ്പോൾ നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ഈ കഥയിൽ വളർത്തുമകൾ നന്ദിനി ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നു. അതേപോലെ നന്ദിനിയുടെ ഭർത്താവും മരിച്ചുപോകുന്നു. അപർണ കാട്ടിൽ പെട്ടുപോകുന്നു. ഗീത ആ ഏജന്റിന്റെ കയ്യിലകപ്പെടുന്നു. ഇവർക്കെല്ലാം എപ്പോൾ ശാപമോക്ഷം ലഭിക്കും? ലഭിച്ചില്ലെങ്കിൽ ആരുമില്ലാത്തവരെ പോലെ അവരും മരിക്കും. അവരുടെ ശവശരീരം അനാഥമായി കിടക്കും. ഇവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.